ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റെയിൽവേ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അതിന് റിസൾട്ടുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മുടെ മാർക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. റെയിൽവേ പരീക്ഷയ്ക്ക് നമ്മൾ ജയിച്ചോ തോറ്റോ, കട്ട് ഓഫ് മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടിയോ എന്നൊക്കെ അറിയാനുള്ള മാർക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, അതിനുള്ള മാനദണ്ഡങ്ങൾ എന്നൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. നമുക്ക് നോക്കാം. ഇതെൻ്റെ 2 സുഹൃത്തുക്കളുടെ സ്കോർ കാർഡാണ്. ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുടെ സ്കോർ കാർഡാണത്. ഇത് വെച്ചിട്ട് നമുക്ക് നോക്കാം. ഇതിൽ കുറച്ച് സംശയങ്ങളുണ്ടാവും എല്ലാവർക്കും. റോ സ്കോർ, പ്രൊറേറ്റഡ് സ്കോർ ഔട്ട് ഓഫ് 100, നോർമലൈസ്ഡ് മാർക്ക്, പെർസെൻറ്റേജ് സ്കോർ, ഇതൊക്കെ എന്താണെന്ന കാര്യത്തിൽ സംശയങ്ങളുണ്ടാകും. ഈ സംശയങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ തീർക്കാം. അപ്പോൾ ഒരു പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിലായിരിക്കും നമ്മുടെ സ്കോർ കാർഡ് നമുക്ക് ലഭിക്കുക. ഇതിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മുടെ ഒരു ഫോട്ടോ ഉണ്ടാകും, അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാകും, റോൾ നമ്പർ ഉണ്ടാകും, നെയിം ഓഫ് ദ കാൻഡിഡേറ്റ് അതുണ്ടാകും, ഡേറ്റ് ഓഫ് ബർത്ത്, ഇത്രയും കാര്യങ്ങൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഉണ്ടാകും. പിന്നെ അപ്ലൈ ടു RRB, ഏത് RRBയിലേക്കാണ് അപ്ലൈ ചെയ്തത്. ഇവിടെ ഫസ്റ്റ് ചെന്നൈയിലേക്കും, ഇവിടെ ഒന്നാമത്തേൽ ചെന്നൈയിലേക്കും, രണ്ടാമത്തേൽ തിരുവനന്തപുരത്തേക്കുമാണ്, തിരുവനന്തപുരം RRBയിലേക്കുമാണ് അപേക്ഷിച്ചിരിക്കുന്നത്. ആ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഡേറ്റ് ഓഫ് CBT 1, ഒന്നാമത്തെ CBT നടന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, അത് നടന്നത് 17 ഡിസംബർ 2024. ഇവിടെ 16 ഡിസംബർ 2024. പിന്നെ നോക്കാം, ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരു പരീക്ഷയ്ക്ക് ഉണ്ടാകുന്ന ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അത് 100 ആയിരിക്കും. 100 ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് ഉണ്ടാവുക. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റഡ്, നമ്മൾ ഈ ഒരു 100 ക്വസ്റ്റ്യൻസ് എത്ര ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തു, അതാണ് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റഡ്. അവിടെ 58 ആണ്. ഇവിടെ രണ്ടാമത്തതിൽ 54 ആദ്യത്തതിൽ 58 ഉത്തരം എഴുതി, രണ്ടാമതിൽ 54 ഉത്തരം എഴുതി. ഇത് എല്ലാ ശരിയായ ചോദ്യങ്ങളല്ല, ശരിയും തെറ്റും അടക്കം ടോട്ടൽ നമ്മൾ മാർക്ക് ചെയ്ത ക്വസ്റ്റ്യൻസ്. ആദ്യത്തതിൽ 58, രണ്ടാമത്തതിൽ 54. പിന്നെ അടുത്ത് നോക്കാം, ടോട്ടൽ വാലിഡ് ക്വസ്റ്റ്യൻസ് 98. അടുത്തത് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻസൽഡ് അല്ലെങ്കിൽ ഇഗ്നോർഡ് 2. അതായത് 100 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതിൽ 2 എണ്ണം വിവിധ കാരണങ്ങളാൽ ഒഴിവാക്കി. ബാക്കി 98 ക്വസ്റ്റ്യൻസ് ആണ് വാലിഡേറ്റ് ചെയ്യുന്നത് ഈ ആദ്യത്തെ സ്കോർ കാർഡിൽ. രണ്ടാമത്തേൽ നോക്കാം, ടോട്ടൽ വാലിഡ് ക്വസ്റ്റ്യൻസ് 95, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ക്യാൻസൽഡ് അല്ലെങ്കിൽ ഇഗ്നോർഡ് 5 എണ്ണം. 100 ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇവിടെ 5 എണ്ണം ഒഴിവാക്കി. ബാക്കി 95 ക്വസ്റ്റ്യൻസ് ആണ് വാലിഡേഷന് വേണ്ടി നോക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലായി തോന്നുന്നു. ഇനി അടുത്ത് നോക്കാം, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസേർഡ് കറക്റ്റ്ലി. ആദ്യത്തിൽ 44 എണ്ണം ശരിയാക്കി. മൊത്തം 58 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു, അതിൽ 44 എണ്ണം ശരിയാക്കി. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസേർഡ് ഇൻകറക്റ്റ്ലി 14 എണ്ണം തെറ്റിച്ചു. അപ്പോൾ 58 ചോദ്യങ്ങൾ ടോട്ടൽ എഴുതി, അതിൽ 44 എണ്ണം ശരിയാക്കി, 14 എണ്ണം തെറ്റിച്ചു. രണ്ടാമത്തേതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസേർഡ് കറക്റ്റ്ലി 43 എണ്ണം. 54 എണ്ണം എഴുതിയത്, അതിൽ 43 എണ്ണം ശരിയാക്കി. നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസേർഡ് ഇൻകറക്റ്റ്ലി 11 എണ്ണം. 54 എണ്ണം ചെയ്തതിൽ 43 ശരിയും 13 തെറ്റും. ഈ തെറ്റുത്തരത്തിന് നെഗറ്റീവ് മാർക്കുണ്ട്. 1/3 മാർക്ക് വീതം നമുക്ക് ലഭിച്ച മാർക്കിൽ നിന്നും നഷ്ടപ്പെടുന്നതായിരിക്കും. പിന്നെ കൊടുത്തിരിക്കുന്നത് റോ സ്കോർ, മാർക്ക് ഔട്ട് ഓഫ് ടോട്ടൽ വാലിഡ് ക്വസ്റ്റ്യൻസ്. അതായത് ഇവിടെ 98 എണ്ണമാണ് വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന റോ മാർക്ക് 39.3333 മാർക്ക്. അതായത് 14 എണ്ണമാണ് തെറ്റിച്ച്, 14 ഹരിക്കണം 3. ഇത് നമുക്ക് കിട്ടിയിരിക്കുന്ന 44 ശരിയുത്തരം നിന്ന് കുറയ്ക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 39.33 മാർക്കാണ്. ഇതാണ് റോ മാർക്ക്. ഇത് ഔട്ട് ഓഫ് 98. പിന്നെ രണ്ടാമത് നോക്കാം, റോ സ്കോർ, മാർക്ക് ഔട്ട് ഓഫ് ദി ടോട്ടൽ വാലിഡ് ക്വസ്റ്റ്യൻസ് 39.3333 മാർക്ക്. ഇവിടെ നോക്കി നമുക്ക് കാണാം, 2 പേർക്കും ഒരേ റോ സ്കോറാണ് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ 39.33, ഇവിടെ 39.33. ഇവിടെ ശരിയുത്തരം 43 എണ്ണമാണ്, 11 എണ്ണം ആണ് തെറ്റിച്ചിരിക്കുന്നത്. അപ്പോൾ 11/3 = 39.3333 മാർക്ക്. ഇനി അടുത്ത് നോക്കാം, പ്രൊറേറ്റഡ് സ്കോർ ഔട്ട് ഓഫ് 100. അതായത് ഈ 98 മാർക്കിനെ നേരെ 100ലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 40.1360 മാർക്കാണ്. 2 ക്വസ്റ്റ്യൻ ഒഴിവാക്കിയല്ലോ. അങ്ങനെ 98ലാണ് വാലിഡേറ്റ് ചെയ്തത്, അതിനെ 100ലേക്ക് മാറ്റും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 40.1360 മാർക്ക് കിട്ടും. രണ്ടാമത്തതിൽ നേരെ 100ലേക്ക് മാറ്റും. ഇവിടെ 95 എണ്ണമാണ് വാലിഡേറ്റ് ചെയ്തിരിക്കുന്നത്, അതിനെ 100ലേക്ക് മാറ്റുമ്പോൾ 41.4035 മാർക്കാണ് പ്രൊറേറ്റഡ് സ്കോറായിട്ട് ലഭിക്കുന്നത്. 100ലുള്ള മാർക്ക് നമുക്ക് ലഭിക്കുന്നത്.
ഒരേ മാർക്ക് ലഭിച്ച 2 പേർക്ക് ഇപ്പോൾ ഒരാൾക്ക് 40.1 ഒരാൾക്ക് 41.4 മാർക്കുമായി മാറി. പിന്നെ അടുത്ത് നോക്കാം നോർമലൈസ്ഡ് മാർക്ക്. ഇതെന്താണെന്ന് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അതിന് തൊട്ട് താഴെയായിട്ടൊരു കാര്യം കൊടുത്തിട്ടുണ്ട്, പെർസെൻറ്റൈൽ സ്കോർ. ഇതെന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവിടെ 67.1856 മാർക്കാണ്. ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം RRBയുടെ പരീക്ഷകൾ നടക്കുന്നത് ഷിഫ്റ്റുകളായിട്ടാണ്. ഓരോ ഷിഫ്റ്റുകളായിട്ടാണ് പരീക്ഷ നടക്കുന്നത്. ഓരോ ഷിഫ്റ്റിലും ഒരു നിശ്ചിത എണ്ണം ഉദ്യോഗാർത്ഥികൾ പരീക്ഷ എഴുതുന്നുണ്ടാവും. അവർക്കെല്ലാം സെയിം ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ലഭിക്കുന്നത്. അങ്ങനെ നമ്മൾ ഏത് ഷിഫ്റ്റിലാണ് പരീക്ഷ എഴുതിയിരിക്കുന്നത് ആ പരീക്ഷയിൽ ആകെ പരീക്ഷ എഴുതിയവരുടെ എണ്ണം എടുക്കും. ഇവിടെ 7515 പേരാണ് ആകെ പരീക്ഷ എഴുതിയിരിക്കുന്നത്. 7515 പേരെ. പിന്നെ അടുത്തൊരു സംഖ്യയാണ് 5049. ഇതെന്താണ്? ഇത് നമുക്ക് കിട്ടിയ മാർക്ക്. ഇവിടെ കിട്ടിയിരിക്കുന്നത് 40 മാർക്കാണ്. ഈ 40 മാർക്കും ഇതിൽ കുറവ് മാർക്ക് കിട്ടിയവരുടെ എണ്ണമാണ്. നമുക്ക് കിട്ടിയ മാർക്കും അതിൽ കുറവ് കിട്ടിയ മാർക്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം. ഇവിടെ 5049 പേര്. അതായത് എടുക്കുന്നത് ടോട്ടൽ പരീക്ഷ എഴുതിയവരുടെ എണ്ണം 7515 പേര്. അതായത് നമ്മുടെ ഷിഫ്റ്റിൽ ടോട്ടൽ പരീക്ഷ എഴുതിയത് 7515 പേരാണ്. അതിൽ നമ്മുടെ മാർക്കും അതിൽ കുറവ് മാർക്കും കിട്ടിയവരുടെ ടോട്ടൽ എണ്ണം 5049. ഇനിയാണ് പെർസെൻറ്റൈൽ സ്കോർ കണ്ടുപിടിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി 5049 ഹരിക്കണം 7515 ഇൻറ്റു 100 ചെയ്യും. ഇപ്പോൾ നമുക്കൊരു സംഖ്യ കിട്ടും. അത് 67.1856 ആയിരിക്കും. അതാണ് ഈ പെർസെൻറ്റൈൽ സ്കോർ എന്ന് പറയുന്നത്. ഇതൊരു 0 മുതൽ 100 വരെയുള്ള ഒരു സംഖ്യ ആയിരിക്കും ഈ പെർസെൻറ്റൈൽ സ്കോർ എന്ന് പറയുന്നത്. ഈ സ്കോർ എത്രമാത്രം ഉയരുന്നു, അതായത് 100-നോട് അടുത്തുള്ള സംഖ്യ, അതിനനുസരിച്ചാണ് നോർമലൈസേഷൻ മാർക്ക് കൂടുന്നത്. ഞാൻ അടുത്തത് നോക്കാം. ഇവിടെ ടോട്ടൽ പരീക്ഷ എഴുതിയത് 1076 പേരാണ്. അതിൽ നമുക്ക് കിട്ടിയ മാർക്കും അതിൽ കുറവ് മാർക്ക് കിട്ടിയവരുടെ എണ്ണം 607 ആണ്. അപ്പോൾ 607 ഹരിക്കണം 1076 ഇൻറ്റു 100. ഇത് ചെയ്യുമ്പോൾ 56.4126 കിട്ടും. അതാണ് പെർസെൻറ്റൈൽ സ്കോർ. അപ്പോൾ ഈ ഒരു സ്കോറാണ് നമ്മുടെ റിസൾട്ട് നിർണ്ണയിക്കുന്നത്. ഇത് കൂട്ടാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻസ് എഴുതി കഴിഞ്ഞാൽ ഈ സ്കോർ കുറവായിരിക്കും. ആർക്കും അറിയാത്ത ക്വസ്റ്റ്യൻസ് എത്രമാത്രം നമ്മൾ എഴുതുന്നോ അതിനനുസരിച്ച് ഈ സ്കോർ കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ആർക്കും അറിയാത്ത ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്കായിരിക്കും ഈ പെർസെൻറ്റൈൽ സ്കോർ കൂടിയിട്ടുണ്ടാവുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നോർമലൈസേഷൻ മാർക്ക് കൂടുതലായിരിക്കും. ഇവിടെ നോക്കുക, ഇവിടെ 56 പെർസെൻറ്റൈൽ സ്കോർ. അതിനനുസരിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന നോർമലൈസേഷൻ മാർക്ക് ഏകദേശം 1 മാർക്കാണ്. അപ്പോൾ മൊത്തം 42.8688 മാർക്കാണ് ടോട്ടൽ മാർക്ക്. ഇതാണ് നമ്മുടെ റിസൾട്ടിന് വേണ്ടി പരിഗണിക്കുന്ന മാർക്ക്. നമ്മുടെ കട്ട് ഓഫ് ഒക്കെ തീരുമാനിക്കുന്ന മാർക്ക് ഇതാണ്. ഇവിടെ 42 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. എന്നാൽ ആദ്യത്തെ കേസിലേക്ക് നോക്കാം. ഇവിടെ പെർസെൻറ്റൈൽ സ്കോർ 67.1856 അതായത് കൂടിയ നമ്പറാണ്. അതിനനുസരിച്ച് ഇവിടെ നോക്കുക, നോർമലൈസേഷൻ മാർക്ക് ഏകദേശം 9 മാർക്കാണ് കൂടിയിരിക്കുന്നത്. ടോട്ടൽ മാർക്ക് ഇവിടെ 49.3005 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇതാണ് ഇതിനുള്ള വ്യത്യാസം. റോ മാർക്ക് നോക്കുക, രണ്ടാക്കും ഒരേപോലെ തന്നെയാണ് 39.33, ഇവിടെ 39.33. പക്ഷേ അവസാനം കിട്ടിയിരിക്കുന്ന നോർമലൈസേഷന് ശേഷമുള്ള മാർക്ക് നോക്കുക, 49.30 ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെ 42.86. ഇത് ഈ പെർസെൻറ്റൈൽ സ്കോറിൻ്റെ വ്യത്യാസം കൊണ്ട് കിട്ടിയതാണ്. അതായത് അധികമാരും എഴുതാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മാർക്ക് കൂടുതലായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി, ഇവിടെ 55ഓളം മാർക്കിന് വരുന്നത് മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റിയാണ് ഗ്രൂപ്പ് ഡിക്ക്. ഈ ഭാഗം നന്നായിട്ട് പഠിച്ചിരിക്കുക. ഏത് ചോദ്യം കിട്ടിയാലും ഉത്തരം എഴുതാൻ പാകത്തിന്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ വച്ച് മാത്രമാണ് പഠിക്കാൻ സാധിക്കുക, മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി. ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ പെർസെൻറ്റൈൽ സ്കോർ ഉയർത്താൻ വേണ്ടിയാണ്. മറ്റുള്ളവർക്ക് കിട്ടുന്ന മാർക്കിനേക്കാൾ കൂടുതൽ മാർക്ക് ആ ഷിഫ്റ്റിൽ നമുക്ക് കിട്ടണം. അതിനനുസരിച്ച് നോർമലൈസേഷൻ മാർക്ക് കൂടിക്കൂടി വരും. അതിന് ആർക്കും അറിയാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എല്ലാവർക്കും അറിയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞാൽ അത് ഈ പെർസെൻറ്റൈൽ സ്കോർ കുറയ്ക്കാനാണ് ചാൻസ്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാവുന്ന കാര്യം, ഒന്നാമത് മാത്സും മെൻ്റൽ എബിലിറ്റിയും ഇത് കൃത്യമായി നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് എന്ന് നോക്കുക. അതനുസരിച്ച് കൃത്യമായിട്ട് പഠിക്കുക. അപ്പോൾ ഇതേപറ്റി ഒരു ധാരണ വന്നു എന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.